എ ഹിൽ ഹബിന്റെ മാജിക്കൽ ടോക്കിലേക്ക് സ്വാഗതം. ജോൺ എന്നൊരു ചെറുപ്പക്കാരൻ 5 വർഷമായി ഒരു സ്ഥാപനത്തിൽ മരം വെട്ടുകാരനായി പ്രവർത്തിക്കുകയാണ്. 5 വർഷമായിട്ടും അയാൾക്ക് ശമ്പള വർധനയൊന്നും കിട്ടിയില്ല. അതിനുശേഷം ബിൽ എന്നൊരു വ്യക്തി ആ സ്ഥാപനത്തിൽ ജോലിക്ക് വരികയും അയാൾക്ക് 1 വർഷത്തിനുള്ളിൽ ശമ്പള വർധനവ് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ജോൺ എന്ത് ചെയ്തു? മേലധികാരിയോട് പോയി ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ശമ്പള വർധന തരാഞ്ഞത്? 1 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ബില്ലിന് നിങ്ങൾ ശമ്പള വർധന കൊടുത്തിട്ടുണ്ട്, എന്താണ് കാരണമെന്ന്. അപ്പോൾ മേലധികാരി ജോണിനോട് ചോദിച്ചത്, 5 വർഷമായിട്ട് നിങ്ങൾ എത്ര മരം മുറിക്കുന്നുണ്ടോ അത്ര തന്നെ മരങ്ങളല്ലേ ഇപ്പോഴും മുറിക്കുന്നത്? പക്ഷേ ബില്ല് 1 വർഷം കൊണ്ട് നിങ്ങൾ മുറിക്കുന്നതിൻ്റെ ഇരട്ടി മരങ്ങൾ മുറിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ ജോൺ വീണ്ടും പോയി അവൻ ചെയ്യുന്ന ജോലി കുറച്ചും കൂടെ സ്പീഡിലൊക്കെ ചെയ്തു. പക്ഷേ അവൻ എത്ര ശ്രമിച്ചിട്ടും കൂടുതൽ മരങ്ങൾ അവന് മുറിക്കാൻ സാധിക്കുന്നില്ല. ആ സങ്കടം അവൻ വന്ന് മേലധികാരിയോട് പറയുകയും ചെയ്തു. അപ്പൊ മേലധികാരി പറഞ്ഞു, ഞങ്ങൾക്കും അറിയില്ല എന്താണെന്ന്, അത് ബില്ലിനോട് തന്നെ ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ജോൺ ബില്ലിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഇത്രയും കൂടുതൽ മരങ്ങൾ മുറിക്കുന്നതെന്ന്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോൺ ഒരു നിമിഷം പോലും ഇരിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ബില്ല് ഓരോ മരം മുറിക്കും തോറും വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നതെന്ന് ജോൺ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ബില്ല് പറയുന്നുണ്ട്, ഞാൻ ഓരോ മരം മുറിച്ച് കഴിയുമ്പോഴും ഞാൻ വിശ്രമിക്കുന്നുണ്ട്. അത് എൻ്റെ ശരീരത്തിനും മനസ്സിനും വിശ്രമം തരുന്നതിനോടൊപ്പം ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ അല്ലെങ്കിൽ മരം വെട്ടാനായി ഉപയോഗിക്കുന്ന ആയുധം എന്താണോ അതിന് മൂർച്ച കൂട്ടുകയും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ചെയ്യുന്ന ജോലിയിലും എനിക്ക് സ്പീഡും കൂടുതലും ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ ഇത്രയും നാളിനോടിടയ്ക്ക് എപ്പോഴൊക്കെയാണ് താങ്കളുടെ മഴുവിന് മൂർച്ച കൂട്ടിയിട്ടുള്ളത് എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ അതിൽ എത്രത്തോളം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകൾക്ക് എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകൾക്ക് നമ്മൾ എത്രത്തോളം മൂർച്ച കൂട്ടുന്നുണ്ട്, അതോ അതിൻ്റെ ആ ഒരു ലിമിറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ജഡ്ജ്മെൻറ്റിലാണോ കഴിയുന്നത് എന്നും കൂടി മനസ്സിലാക്കുക. അതിലൂടെ നമ്മൾ മുൻപോട്ട് വളരണമെങ്കിൽ അതിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം, പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കണം, പുതിയ സ്കില്ലുകൾ നമ്മൾ നേടുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ അറിവ് എന്നുള്ളത് ഒരു പരിധിയല്ല, അതിന് പരിധികളില്ല. മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, അറിവുകൾ നേടുക, അത് സമൂഹത്തിലേക്ക് നന്മയ്ക്കായി പറഞ്ഞു കൊടുക്കുക. താങ്ക് യു സോ മച്ച്.